തമിഴ്നാട് ബി.ജെ.പി നേതൃത്വത്തിനെതിരെയുള്ള എതിർപ്പ് പരസ്യമാക്കി ഖുശ്ബു. പാർട്ടി പരിപാടികൾക്ക് തന്നെ അറിയിക്കുകയോ ക്ഷണിക്കുകയോ ചെയ്യാറില്ലെന്ന് ഖുശ്ബു എക്സിൽ കുറിച്ചു. എന്നാൽ ബി.ജെ.പിയിൽ തന്നെ തുടരുമെന്ന് ഖുശ്ബു വ്യക്തമാക്കി. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയ്ക്കെതിരായ ഖുശ്ബുവിന്റെ ഫോൺ സംഭാഷണം ഒരു ചാനൽ പുറത്തുവിട്ടിരുന്നു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. റഹീസ്, ഈ അതൃപ്തിക്കിടയിലും പാർട്ടിയിൽ നിന്ന് താൻ പുറത്തു പോകില്ല എന്ന് ഖുശ്ബു വ്യക്തമാക്കുന്നുണ്ട്. നേതൃത്വവുമായി ഇടഞ്ഞു തന്നെയാണോ ഖുശ്ബു ഇപ്പോൾ? ശ്രീലക്ഷ്മി, ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം ഒരു ഘട്ടത്തിൽ പോലും ഖുശ്ബുവിനെ പരിഗണിച്ചിട്ടില്ല. പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും പദവിയിലേക്കോ അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഒരു മുഖ്യ കഥാപാത്രമായി ഖുശ്ബു മാറുന്നതിന് ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന് ഒട്ടും താല്പര്യമില്ല എന്നുള്ളത് വ്യക്തമാണ്. അതിനിടയിലാണ് ഖുശ്ബു തന്റെ അതൃപ്തി പരസ്യമാക്കിയിരിക്കുന്നത്. നേരത്തെ ദേശീയ വനിതാ കമ്മീഷൻ അംഗം സ്ഥാനം രാജിവെച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടപെട്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ മുഖമായി മാറാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കെ അണ്ണാമലൈ സംസ്ഥാന അധ്യക്ഷനുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസം, ആ ഭിന്നത ഇപ്പോഴും രൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഖുശ്ബു തന്നെ പരസ്യമായി വ്യക്തമാക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ പരിപാടികൾക്ക് താൻ പങ്കെടുക്കാത്തത് പരിപാടി തന്നെ അറിയിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവസാന നിമിഷം മാത്രമോ പരിപാടി തന്നെ അറിയിക്കുന്നത് എന്ന് ഖുശ്ബു പറഞ്ഞു വെക്കുന്നു. താൻ പരിപാടിക്ക് പങ്കെടുക്കാത്തത് എന്താണെന്ന് അണ്ണാമലയോടാണ് ചോദിക്കേണ്ടത് എന്ന ഖുശ്ബുവിന്റെ ഒരു ഫോൺ സംഭാഷണം ഈ ഇടയ്ക്ക് അത് പുറത്തു വരികയും അത് ചില മാധ്യമങ്ങളൊക്കെയും പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ മാധ്യമങ്ങൾ ആ വാർത്ത നൽകിയതിനെ ഖുശ്ബു എതിർക്കുന്നു. എന്നാൽ താൻ ആ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞതൊക്കെ വസ്തുതകളാണ് എന്ന് ഖുശ്ബു തന്നെ അടിവരയിട്ട് പറയുമ്പോൾ ഇപ്പോഴും അണ്ണാമലയുമായിട്ടുള്ള തർക്കം തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീലക്ഷ്മി, ശരി. മുഹമ്മദ് റഹീസ് ആണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട് ബി.ജെ.പി നേതൃത്വത്തിനെതിരെ എതിർപ്പ് പരസ്യമാക്കുകയാണ് ഖുശ്ബു.